ഇപ്പോൾ സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, ഈ സ്വർണത്തിന്റെ വില ഇനിയിപ്പോൾ 1 ലക്ഷത്തിലേക്ക് അടുക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഒരു 1000 രൂപയോളം കുറഞ്ഞ് തിരിച്ചിറങ്ങിയെങ്കിൽ പോലും വീണ്ടും തിരികെ കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇന്നിപ്പോൾ 98,880 രൂപയിലാണ് ഈ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത്. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഉക്രൈൻ റഷ്യയുടെ അന്തർവാഹിനി കപ്പൽ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. റഷ്യ പക്ഷേ അന്തർവാഹിനി കപ്പലിന് ആക്രമണം നേരിട്ടെങ്കിലും തകർന്നില്ല എന്നുള്ള നിലപാടാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഉക്രൈൻ അത് അന്തർവാഹിനി കപ്പൽ തകർത്തു എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ തുടർന്ന് വീണ്ടും യുദ്ധത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതാണ് വീണ്ടും സ്വർണം വില ഉയരാനുള്ള ഒരു സാധ്യതയായി നിലവിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ കൂടുതലും ആളുകൾ ലോഹങ്ങളിലേക്ക് ഉള്ള നിക്ഷേപം വരുത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 1 ലക്ഷം എന്നുള്ള ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് ഉടൻ തന്നെ ഈ വർഷം അവസാനത്തെ ആഴ്ച തന്നെ എത്താനുള്ള സാധ്യത വളരെ വലുതാണ്. അതെ, ഈ ജുവലറികളിലേക്ക് എത്തുന്ന ഒരു ജനങ്ങളുടെ കാര്യത്തിൽ ജുവലറികളിലേക്ക് സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോഴും ഒരു കുറവ് തന്നെയല്ലേ നിൽക്കുന്നത്? ഇതൊക്കെ ജുവലറികളെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഇപ്പോഴും ജുവലറികളെ സംബന്ധിച്ചോളം വലിയ കച്ചവടം മാന്ദ്യം അനുഭവപ്പെടുന്നുണ്ട്. വരുന്ന ആളുകൾ തന്നെ ചെറിയ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ആഭരണങ്ങൾ വാങ്ങിയാണ് മടങ്ങി പോകുന്നത്. പിന്നെ ആളുകൾ കൂടുതലും എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനായിട്ടൊക്കെയാണ് താല്പര്യപ്പെടുന്നത്. കാരണം ഇപ്പോഴത്തെ വിലയനുസരിച്ച് വലിയ പണം മുടക്കി ആഭരണങ്ങൾ വാങ്ങാൻ ചെറുകിട വരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല. അതിൻ്റെതായ ഒരു പോരായ്മയും വിപണിയിൽ കാണുന്നുണ്ട്. കൂടുതൽ ആളുകളും വിൽക്കുന്നതിനായിട്ടാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡിൽ നിന്നും മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ 24 ക്യാരറ്റിന്റെ വില വലിയൊരു അന്തരം കാണിക്കുന്നത് കൊണ്ട് വിൽക്കാൻ വരുന്ന ആളുകൾക്ക് മുൻപത്തെ കാലങ്ങളിൽ ലഭിച്ചിരുന്ന ആ ഒരു തോതിൽ വില ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. മുൻപൊക്കെ 2% കുറച്ച് അല്ലെങ്കിൽ 3% കുറച്ച് എടുത്തുകൊണ്ടിരുന്നത് ആഭരണങ്ങൾ ഇപ്പോൾ 4, 5 അതിലധികമോ ഒക്കെ കുറച്ചെടുക്കുന്ന ഒരു തലത്തിലേക്ക് വ്യാപാരത്തിന്റെ രീതി മാറിയിട്ടുണ്ട്. ഇത് ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്കും വിപണിയിലൊരു മാറ്റം കാണുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈ സ്വർണം വാങ്ങാൻ വേണ്ടി മാത്രം വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ വളരെ ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള തരത്തിൽ ആളുകളെ കബളിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് വിൽക്കാനായിട്ട് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ആളുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം സ്വർണം വിൽക്കാനായിട്ട് എന്നുള്ള ഒരു കാര്യം കൂടി വ്യാപാരി എന്ന നിലയിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് ഈ സ്വർണം വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മളെയൊക്കെ വിളിച്ചിങ്ങനെ കാര്യങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെ നഷ്ടം സംഭവിച്ചു, വിളിച്ചു ചോദിച്ചപ്പോൾ പൂർണ്ണമായി വില നൽകാമെന്ന് പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പല തരത്തിലുള്ള കിഴിവുകളും അതുകൂടാതെ പലതരത്തിൽ അവരെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് വിൽക്കാനായിട്ട് ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പരസ്യങ്ങളും മറ്റും പല കാര്യങ്ങളും കണ്ടിട്ട് ചെല്ലുമ്പോൾ അത് ആ ഒരു തരത്തിലുള്ള വില ലഭിക്കാതെ വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിട്ട് വേണം ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായി ചെല്ലേണ്ടത് എന്നും കൂടി ഉറപ്പിക്കാണ്ട് ആഗ്രഹിക്കുന്നു. അതെ, ഈ രീതിയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ 2026 സ്വർണത്തിന്റെ വില കുറഞ്ഞേക്കാം. ഈ ഒരു വ്യാപാര കരാറിലൊക്കെ ഈ നീണ്ടു നിൽക്കുന്ന ഈ ഒരു അനിശ്ചിതത്വമൊക്കെ ഒഴിവാകുന്ന ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവില കുറയുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വസിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നിലവിൽ അങ്ങനെ ആശ്വസിക്കാൻ തക്കതായിട്ടുള്ള ഒരു കാര്യവും കാണുന്നില്ല. ഒരു പക്ഷേ 2026 കുറച്ച് വില കുറഞ്ഞേക്കാം എന്നൊക്കെ ആളുകൾ, സാമ്പത്തിക വിദഗ്ധർ ഒക്കെ വിലയിരുത്തുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഒന്നും ഇപ്പോഴത്തെ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ എത്ര കണ്ട് പ്രായോഗികമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം നമ്മുടെ എല്ലാ ആളുകളുടെയും വലിയ സാമ്പത്തിക വിദഗ്ധരുടെ അടക്കം
എല്ലാ തരത്തിലുള്ള ആളുകളുടെയും പ്രഡിക്ഷനുകളെയും ഒക്കെ പിന്തള്ളിക്കൊണ്ടാണ് സ്വർണ്ണവില ഇപ്പോൾ മുന്നോട്ട് കുതിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് വരുന്ന വർഷം ചെറിയ തോതിലെങ്കിലും സ്വർണ്ണവില താഴേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.